മേൽക്കടയ്ക്കാവൂരെന്ന സ്ഥലത്ത് കുഴിവിളയിലെ കുടുംബാംഗങ്ങൾ വർക്കല ശാന്തിഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരു തപസ് ചെയ്തിരുന്ന ഒരു ഗുഹ അവരുടെ കുടുംബത്തിൽ ഉണ്ട് എന്നും അതിപ്പോൾ ശോചനീയമായ അവസ്ഥയിലാണെന്നും അതിനെ ശുദ്ധി ചെയ്ത് ഉദ്ധരിച്ച് കുടുംബത്തിൻ്റെ ദുഃഖം തീർത്തു കൊടുക്കണമെന്നും അപേക്ഷിച്ചു. നീളമുള്ള കവളിമടൽ ചാരിവെച്ച് അതിൽ ഓല കെട്ടി വൃത്തിയാക്കി 6 മാസം വിളക്ക് വെക്കാനും അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നുവെങ്കിൽ അത് വന്നു പറയാനും അവരോട് കരുണാകരൻ സ്വാമി നിർദ്ദേശിച്ചു. അങ്ങനെ തന്നെ ചെയ്തപ്പോൾ ഒരു ദിവസം പരിസരവാസിയായ ഒരു കറവക്കാരൻ വെളുപ്പിന് 4 മണിക്ക് പശുവിനെ കറന്നുകൊണ്ടിരിക്കുമ്പോൾ മൊന്തയിൽ ഒരു പ്രകാശം തട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഗുഹയ്ക്കുള്ളിൽ നിന്നും പന്തുപോലെ ഒരു പ്രകാശഖണ്ഡം പൊന്തിവരുന്നു. 4 മൈൽ ചുറ്റളവിൽ ആ പ്രകാശം അനുഭവപ്പെട്ടു. ആ ഗുഹ വൃത്തിയാക്കി പൂജ ചെയ്തുകൊള്ളുവാൻ കരുണാകരൻ സ്വാമി നിർദ്ദേശിച്ചു. അതാണ് കടയ്ക്കാവൂർ ഗുരുവിഹാർ. ഗുരുജത്തിൻ്റെ ഫാമിലിയുടെ സ്ഥലമായിരുന്നു ഇവിടം. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വിശദാംശങ്ങൾ ഇപ്പോൾ അമ്മ നമ്മളോട് സംസാരിക്കും. ഞങ്ങൾ ഇവിടം ഗുരു പറഞ്ഞ് വൃത്തിയാക്കി ഗുരുജത്തിൻ്റെ അച്ഛൻ ഇവിടെ കെട്ടി ശരിയാക്കി എടുക്കുകയാണ് ചെയ്തത്. പോയി കിടന്നതാണ്. ശരിയാക്കി എന്നിട്ട് പറഞ്ഞ് എന്നെ ഇതിലിരുത്തി ഒരു നോക്കാനിരുത്തിയപ്പോൾ ഒരുപാട് ലക്ഷം പ്രകാശം കണ്ട് അങ്ങനെ എൻ്റെ കൂടെ പറഞ്ഞു നമുക്ക് പൊതുജനങ്ങൾക്ക് എഴുതി കൊടുക്കാം, അവർ ഭാവിയിൽ ഇത് നല്ലതാക്കും എന്ന് പറഞ്ഞു. ഗുരുദേവൻ ഒരു 140 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം ഇവിടെ വന്ന് ധ്യാനത്തിനും തപസ്സിനും വേണ്ടി ഉപയോഗിച്ചിരുന്നു. എന്തുകൊണ്ടോന്ന് അറിയില്ല, ശിവഗിരിയാകേണ്ട ഒരു പ്രദേശമാണ് ഇവിടം. 31/12/1967, അതായത് ഡിസംബർ മാസം 31, 1967 രാത്രിയിൽ 2 മണിയോട് അടുപ്പിച്ചാണെന്ന് തോന്നുന്നു അതിശക്തമായ ഒരു ദീപപ്രഭ കണ്ടു. ഈ അപ്പുറത്ത് കാണുന്ന ആ ഓടിട്ട വീട്ടിൽ എൻ്റെ ഭാര്യയുടെ കൊച്ചപ്പനുണ്ടായിരുന്നു. അദ്ദേഹവും മറ്റൊരുപാട് പേരും അത് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ദിവസം ജനുവരി മാസം 1-ാം തീയതി രാവിലെയാണ് മഹാസമാധിയിൽ അന്നത്തെ പ്രസിഡന്റ് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് ഗുരുദേവൻ്റെ. പിന്നീട് 27/8/1969, അതായത് 1 വർഷവും 8 മാസത്തിനും ശേഷം പോത്തങ്കോട്
ഗുരു കരുണാകര ഗുരുവാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു ഗുരുദേവൻ്റെ ചെറിയ പ്രതിമ പ്രതിഷ്ഠിക്കുകയും പൂജാ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. കാലക്രമത്തിൽ ആ പ്രതിമകൾ മാറി ഇപ്പോഴിരിക്കുന്ന പ്രതിമ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തേതാണ്. ശാന്തിഗിരിയിലായിരുന്നപ്പോ അമ്മയാണ് ചോറ് കൊണ്ട് കൊടുക്കുന്നത്. നടന്നാണ് പോണത്. പോയി അങ്ങോട്ട് ചെന്ന് കൊടുക്കും ഗുരുവിന്. വർക്കല ശാന്തിഗിരി എല്ലാ ദിവസവും. അങ്ങനെ ആയപ്പോ ഗുരു ആളുകളൊക്കെ അവിടെ വരാൻ തുടങ്ങി, ഒരുപാട് ആളുകൾ. അപ്പൊ പറഞ്ഞ് ഇനി അമ്മ ഇത് കൊണ്ടുവരണ്ട, അമ്മക്ക് ഇവിടെ വെക്കാം, പിന്നെ നീ ഒരു അരി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അരി. അങ്ങനെ ഞാൻ അരി കൊണ്ട് കൊടുക്കും. അപ്പൊ ഈ അരി വെച്ച് കഞ്ഞി വെച്ച് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെയായിരുന്നു. പിന്നെ പശുവിൻ്റെ പാല് കൊണ്ടിരുന്നു, ഒരു കുപ്പി പാലും കൂടെ കൊണ്ടുപോകും, അതും കൊണ്ട് കൊടുക്കും. അപ്പം അത് മേടിച്ച് അവിടെ ഇരുന്നങ്ങ് കുടിക്കും. അങ്ങനെ ആയപ്പോൾ പറഞ്ഞു ഇനി നീ പശുവിനെ ഇനി കൊണ്ട് കെട്ടി, സത്യം പറയുന്നത് പശുവിനെ ഇനി കൊണ്ട് കെട്ടിത്താ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പശുവിനെ കൊണ്ടുപോയി കെട്ടി അവിടെ വർക്കലയിൽ. അപ്പൊ പശു തോന്നാൻ കാര്യം അമ്മയെ കൂടെ, അമ്മയ്ക്ക് എന്തോ ഗുരു കൂടെ കൊണ്ടുപോയി. എന്തിനാന്നോ അതൊന്നും അറിഞ്ഞില്ല. ഞാൻ ഒരു കളിപ്പാട്ടം പോലെയായിരുന്നു, കൊണ്ട് നടക്കുമായിരുന്നു. എവിടെ പോയാലും കൊണ്ടുപോകും. പിന്നെ ഒരു ദിവസം പങ്കിയമ്മയുടെ കിണറ്റിലാ നിധി കാണിച്ചു തന്നെ. അത് താമയ്ക്ക് അറിഞ്ഞൂടാ. നിധി എന്ന് പറഞ്ഞ് കിണറ്റിലെയും ക്ഷേത്ര കിണറുകളിലൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. നീ നിധി കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കളിപ്പാട്ടമല്ലേ. അപ്പൊ അത് കിണറ്റിൽ ഒരു പാള എടുത്തിട്ട് ഇടിച്ചിട്ട് എനിക്ക് നിധി കാണിച്ചു. ഒരു പാള എടുത്ത് ഇങ്ങനെ ഇടിച്ചിട്ട് നീ നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എടുത്ത് തരാൻ. അപ്പൊ എന്നെ ഒരു പൊണ്ണ കരുക്ക് വെട്ടി തന്നിട്ട് പറഞ്ഞു പിടിച്ചോളാം. അല്ല, അവിടുന്ന് ഈ ഗുരുവിനെ ഉപദ്രവിക്കാൻ വന്നത് പിന്നെ ശിവഗിരിയിൽ എന്തോ ഇതൊക്കെ ഉണ്ടല്ലേ, തീർത്ഥാടനം. അപ്പോഴും ഒരുപാട് ആള് വരില്ലേ. അപ്പോഴാണ് ഗുരുവിനെ ഉപദ്രവിക്കാൻ ആള് വന്നത്. ഈ ഗുരുജത്ത് കൊച്ചാണ്, ഒരു വയസ്സങ്ങണ്ടായതേ ഉള്ളൂ. അപ്പൊ ഞാനെന്തേ ഇത് അവന് മൂത്രമൊഴിച്ച പാടയിലേ കഞ്ഞി സിമെന്റ് കിടത്തക. അതുകൊണ്ട് ഞാൻ അങ്ങാട്ട് കൊണ്ടുവച്ച് മണലിൻ്റെ അവിടെ കിടന്നു. അപ്പോഴും ഒരു ആളെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഞാൻ ചോദിച്ചത് എന്ത് എന്ന് ചോദിച്ചു. എണീച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇവിടുത്തെ അയാൾ എവിടെ കിടക്കുന്നു എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആര്? അത് ഇവിടുത്തെ സ്വാമി എന്തേലും പേര് പറഞ്ഞവര്. അപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെ ഒരാളും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ സ്വാമിയെ വിളിച്ചപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ പറഞ്ഞു കൊണ്ടുവരാം, ഞാനിപ്പം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഞാനൊക്കെ പോയി. ഇവനാ നോക്കിക്കൊള്ളണമെന്ന് അവരോട് പറഞ്ഞു. ഈ വന്ന ആളുകളോട് പറഞ്ഞ് ഇവനാണ് നാളെ നിങ്ങളെപ്പോലെ അടിക്കാനുള്ളവനാണ് ഇവൻ. അവൻ്റെ കിടക്കുകയാണ് നിങ്ങളാവുമ്പോ. ഒരു വയസ്സ് ഉണ്ട്, കൊച്ചു വെച്ച് ഞാൻ അവിടെ കിടത്തി കൊടുത്തിട്ട് ഞാൻ പോയി. അപ്പൊ ഞാൻ ആരുമില്ല, പോലീസിനെ വിളിക്കാനും ഒക്കില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പോയി അങ്ങ് താഴോട്ട് നോക്കിയപ്പോ ഒരു വീട്ടിൽ വെട്ടം കാണുന്നു. അങ്ങനെ അങ്ങാട്ടിയിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഈ വടക്കന്മാരിരുന്ന് പൈസ വടക്കന്മാരെന്ന് പറഞ്ഞു. വടക്കെന്ന് വന്ന വടക്കന്മാര് നല്ല പൂപ്പവും നല്ല ഹൈറ്റ് നല്ല സട്ടിയന്മാര് 6 പേര് ഇരുന്ന് ബസ്സിൽ വന്നിട്ട് അതിന്റെ കണക്ക് തീർത്ഥാടനത്തിന് വന്നവര് കണക്കെഴുതുന്നു. അപ്പൊ ഞാനിങ്ങനെ എത്തി നോക്കി എന്ത് സഹോദരി എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഗുരുവിനെ അടിക്കാനായിട്ടേ ഒരു പെറ്റാണ് അവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ എൻ്റെ മോനെ അവിടെ ഇട്ട് കൊടുത്തിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു സഹോദരി മുമ്പേ നട ഞാൻ പിന്നാലെ വരാം, അവർ പിറക്കേന്ന് വരാം. അങ്ങനെ വരാമെന്ന് പറഞ്ഞു. അവനെന്ത് ചെയ്തു? ഞാൻ മുമ്പേ നടന്നു. 6 പേരുണ്ട്.
6 ആണുങ്ങൾ തടിയന്മാർ. ഞാൻ ഓടി പിറക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, അവര് എൻ്റെ പിറകൊന്നും ഞാൻ മുമ്പേ ഇവരെ കണ്ടു തീർന്നുമില്ല. കമ്പിയും തടിയും ഒക്കെ അവരെ ഇരിക്കുകയല്ലേ, അത്രയും പോയി. ഇല്ല, അടിക്കാൻ വന്നവർ അത്രയും പേര് പോയി, ഓടിക്കളഞ്ഞു. അപ്പൊ ഗുരു എഴുന്നേറ്റ് വന്നു. ഗുരു എഴുന്നേറ്റ് വന്ന് അവർക്ക് പ്രസാദമൊക്കെ കൊടുത്ത്, പായസമൊക്കെ വിറ്റതുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കൊടുത്ത് സന്തോഷമായിട്ട് അവരെ പറഞ്ഞയച്ചു. 10 കുടൽ ഓലയാണ് ആ കുടില് കെട്ടാൻ മുടയുന്നത് എന്നെ കൊണ്ട്. ആ കുടിലില്ലേ, നമ്മളാ കുടില്, ആദ്യത്തെ ആശ്രമത്തിന്റെ കുടില്, അത് കെട്ടാനായിട്ട് 10 മടൽ ഓല എന്നെ കൊണ്ട് മുടയും. അവിടെ കുളത്തിലെങ്ങാണ്ട് കൊണ്ടിട്ട് പോത്ത് കൊണ്ടിട്ട് തരും. ഞാൻ ചെന്ന ഉടനെ പറയും, നീ ഇനി അടുക്കളയിലോട്ടൊന്നും പോട്ട, നീ ഈ ഓല മുടഞ്ഞിട്ട് എന്ന് പറയും. അപ്പം ഞാൻ ഓല ഉണ്ടെങ്കിൽ അങ്ങനെ 10 കൊണ്ടല്ലോ ഓല വെച്ചാണ് ആ കുടില് കെട്ടുന്നായിരുന്നത്. പിന്നെ ജനനിയുടെ അച്ഛനാണ് 3.5 ഏക്കർ ജനനിക്കായിട്ട് മാറ്റി കൊടുത്തത്. അത് ആണ് നമ്മളെ അല്ലല്ല ഇവിടെ ഗുരുവിന്റെ താമരയൊക്കെ ഇരിക്കുന്നിടവും സഹകരണ മന്ദിരത്തിന്റെ സ്ഥലവും ഒക്കെ കൂടെ 3.5 ഏക്കർ. അത് ഒരു തവണത്തെ കുരുമുളക് ഏലവും കൂടെ വിറ്റതാണ്. ആ കാശ് കൊണ്ടുവന്നാണ് ജനനിയുടെ അച്ഛനാണ് വാങ്ങിച്ചത് ആ വസ്തു. എന്നിട്ട് ആരെ പേരിനെഴുതിയെന്ന് എനിക്കറിഞ്ഞു. അന്നൊക്കെ ആള് കുറവാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചു കൊടുത്തു ജനനിക്ക്. പിന്നെ ജനനി പഠിക്കാൻ പോയപ്പോൾ പിന്നെ ചെമ്പഴന്തിയിലാണ് പഠിക്കാൻ പോയത്. അപ്പോൾ കുടയും ഇവ കൊടുത്തു, കൊച്ചുകുട മടക്കി കൊണ്ട് നടക്കുന്ന. ഇവർ രണ്ടുപേരും ഭയങ്കര കമ്പനിയായിരുന്നു. ശിഷ്യപൂജിതേ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചത്. കലരിക്കാടെന്ന് വന്ന് ഇവിടെ പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രതിഷ്ഠ നടത്തുകയും ഒക്കെ ചെയ്തത് ഗുരുവാണ്. പിന്നെ അവിടെ നിന്ന് നമ്മളെ വീട്ടിൽ ആരും കാണാതെ ഗുരുവിനൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു കഴിയണമെന്ന്. അങ്ങനെ 15 ദിവസം ഗുരു നിന്നിട്ട് ലാസ്റ്റ് 15ൻ്റെ അന്നൂടെ ഉണ്ടായിരുന്നു. അന്ന് ഗുരു പറഞ്ഞ്, അച്ചാച്ചൻ പറഞ്ഞ് അപ്പം വരണ്ട, നേരം വെളുത്തിട്ടെങ്കിലും പോവാന്ന്. എന്നിട്ട് ഗുരു ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വന്നിട്ട് പിന്നീട് ഗുരു അങ്ങ് പോത്തങ്കോട് പോയത്. അപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ വക്കത്തോട്ട് വന്നിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. വർക്കല ശാന്തിഗിരിയിലായിരിക്കുന്ന സമയത്ത് ആരും കാണാതെ ഇരിക്കണമെന്നുള്ള ഒരു അറിയിപ്പ് കിട്ടി ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾക്ക്. അങ്ങനെ ആ സമയത്ത് കദളിക്കാട്ടുള്ള ഇവരുടെ വീട്ടിലാണ് വന്ന് ഗുരു താമസിക്കുന്നത്. 15 ദിവസം താമസിച്ച് കഴിഞ്ഞപ്പോൾ ഒരറിയിപ്പുണ്ടായിട്ടേ പിന്നെ പുറത്തിറങ്ങാവൂ എന്നുള്ള പറഞ്ഞത്. ഗുരു പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഗുരു എന്ത് ചെയ്തു, ഈ വർക്കല ഇവിടെ കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിനിലേക്ക് കയറാൻ പോകുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഗുരുവിൻ്റെ തോർത്തെ പിടിച്ച് വലിക്കുകയും പുറത്തിട്ടൊരു അടി കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് കൈവച്ചടിക്കുകയും ചെയ്തു. ആ സമയത്ത് ഇവരുടെ അച്ചാച്ചൻ, അത് ഗോപാലൻ മാസ്റ്റർ ഉണ്ടായിരുന്നു കൂടെ.